അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? ഏതാണ്? ഓപ്ഷൻ എ ആൽഫ വൈറസ് ആണ് അല്ലേ. ചിക്കൻ ഗുനിയയുടെ രോഗാണു ഏതാണ്? ആൽഫ വൈറസ് ആണ്. ഇനി നമുക്ക് കുറച്ച് വൈറസ് രോഗങ്ങളും അതിൻ്റെ രോഗാണുക്കളെയും നോക്കാം കേട്ടോ. നമ്മുടെ പ്രിലിംസിന് ഈ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പിക്കുക കേട്ടോ. അത്രയും ഷോർട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വൈറസ് രോഗങ്ങളും അതിൻ്റെ രോഗാണുക്കളെയാണ് നോക്കാൻ പോകുന്നത്. ചിക്കൻ ഗുനിയ ഇപ്പം നമ്മൾ പറഞ്ഞു ആൽഫ വൈറസ് ആണ് രോഗാണു. ഡെങ്കിപ്പനി ഏതാണ്? ഫ്ലാവി വൈറസ് ആണ്. ഡെങ്കിപ്പനിയുടെ രോഗാണു ഏതാണ്? ഫ്ലാവി വൈറസ് ആണ്. കുരങ്ങുപനിയോ? KFD വൈറസ് ആണ്. KFD വൈറസ് ആണ്. കുരങ്ങുപനിയുടെ രോഗാണു ഏതാണ്? KFD വൈറസ്. സാർസ് നമുക്കറിയാലോ, കൊറോണ വൈറസ് ആണ്. അടുത്തത് പന്നിപ്പനി ഏതാണ് രോഗാണു? H1N1 ആണ്. പന്നിപ്പനി എന്താണ്? H1N1. പന്നിപ്പനി H1N1. പക്ഷിപ്പനി ആണെങ്കിൽ H5N1. പന്നിപ്പനിയും പക്ഷിപ്പനിയും മാറിപ്പോകരുത്. പന്നിപ്പനി ആണെങ്കിൽ H1N1 വൈറസ് ആണ്. പക്ഷിപ്പനി ആണെങ്കിലോ H5N1 രോഗാണുവാണ്. പോളിയോ ആണെങ്കിലോ പോളിയോ വൈറസ് ആണ്. ചിക്കൻ ബോക്സ് ആണെങ്കിൽ വേരിസെല്ല സോസ്റ്റർ. ചിക്കൻ ബോക്സിൻ്റെ രോഗാണു ഏതാണ്? വേരിസെല്ല സോസ്റ്റർ. ചിക്കൻ ബോക്സ് എന്താണ്? ഒരു വൈറസ് രോഗമാണ് അല്ലേ. ചിക്കൻ ബോക്സ് എന്താണ്? ഒരു വൈറസ് രോഗമാണ്. അതിൻ്റെ രോഗാണു ഏതാണ്? വേരിസെല്ല സോസ്റ്റർ ആണ്. എയ്ഡ്സോ HIV വൈറസ് അല്ലേ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. മുണ്ടിവീക്കത്തിൻ്റെ ഏതാണ്? മിക്സോ വൈറസ് ആണ്. മുണ്ടിവീക്കം ഏതാണ്? മിക്സോ വൈറസ് ആണ്. എബോളയാണെങ്കിലോ അത് എബോള വൈറസ് ആണ്. വസൂരി ആണെങ്കിൽ വേരിയോള വൈറസ് ആണ്. വസൂരി ഏതാണ്? വേരിയോള വൈറസ് ആണ്. ജലദോഷമാണെങ്കിൽ റൈനോ വൈറസ് ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ജലദോഷം റൈനോ വൈറസ് ആണ്. അഞ്ചാം പനി റൂബിയോള വൈറസ്. അഞ്ചാം പനി റൂബിയോള വൈറസ്. ഈ വസൂരി, അഞ്ചാം പനി, ചിക്കൻ പോക്സ് ഇതൊക്കെ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. കാരണം ഒരുവിധപ്പെട്ടവർക്കൊക്കെ എന്താണ് ഇതിൻ്റെ രോഗാണു പലപ്പോഴും മാറിപ്പോകാറുണ്ട് അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കട്ടെ. അത് ചോദിക്കാറുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ള ഈ രോഗങ്ങളും കൂടെ പഠിച്ചു വെക്കട്ടെ. അതെന്താണ്? വൈറസ് രോഗങ്ങളാണ് കേട്ടോ. ചിലപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗത്തിൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇതൊക്കെ ഒരു റിവിഷൻ പോലെ കാണാം കേട്ടോ. അതൊക്കെ എല്ലാവരും പഠിച്ച കാര്യങ്ങളായിരിക്കും. ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്? പോസിറ്റീവാണോ, നെഗറ്റീവാണോ, പൂജ്യമാണോ, അല്ലെങ്കിൽ പറയാൻ പ്രവചനാതീതമാണോ? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഘർഷണബലം എന്ന് നോക്കിയാലോ. ഒരു പ്രതലം എന്നല്ല കേട്ടോ, അവിടെ ഒരു വസ്തു എന്നാണേ. ഒരു വസ്തു മറ്റൊരു വസ്തുവിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായിട്ട് ഒരു ബലം അനുഭവപ്പെടും. അതാണ് ഘർഷണബലം എന്ന് പറയുന്നത്. ഒരു വസ്തു വേറൊരു വസ്തുവിൻ്റെ മേലെ കൂടെ എന്താണ് ചലിക്കുകയോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ആ ഒരു ചലനത്തെ എതിർക്കുന്ന തരത്തിൽ എന്തായിരിക്കും? അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതലബലത്തിന് സമാന്തരമായിട്ടൊരു ബലം അനുഭവപ്പെടും. അതാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? അതൊരു നെഗറ്റീവ് ബലമായിരിക്കും. അവയ്ക്ക് എന്താണ് സമാന്തരമായിട്ട് എതിരായിട്ടാണ് ആ ഒരു ബലം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ഒരു നെഗറ്റീവ് ബലമായിരിക്കും. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലം ഏതാണ്? ഉരുളൽ ഘർഷണമാണ്. ഒരു വസ്തു വേറൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഘർഷണബലം ഏതായിരിക്കും? ഉരുളൽ ഘർഷണമായിരിക്കും. ഇനി ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കിയിട്ടാണ് നീക്കുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഘർഷണബലം ഏതാണ്? നിരങ്ങൽ ഘർഷണമാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഓർത്തിരിക്കണേ. ഉരുളൽ ഘർഷണം എന്താണ്? നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിന് വന്നിട്ടുള്ളതാണ്. ഇനി വേറൊന്നാണ് ധാരാരേഖിതമാക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി. എന്താണത്?
ഈ ഘർഷണം കുറയ്ക്കാത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നത് അറിയപ്പെടുന്നതിനെയാണ് ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിമാനം, കപ്പൽ, വള്ളം, ബോട്ട് ഇവയിലെല്ലാം എന്താണ് ജലത്തിൻ്റെയും വായുവിൻ്റെയും ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മത്സ്യത്തിൻ്റെ ആകൃതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് ധാരാരേഖിതമാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അതിൻ്റെ വസ്തുക്കളുടെ ആകൃതി മാറ്റുക. അതിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, ധാരാരേഖിതമാക്കൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് എന്താണ്, സ്നേഹകങ്ങൾ എന്നാണ് അല്ലേ. ഖരാവസ്ഥയിലുള്ളൊരു സ്നേഹകം ഏതാണ്, ഗ്രാഫൈറ്റ് ആണ്. ചോദിച്ചിട്ടുണ്ട് ഖരാവസ്ഥയിലുള്ളൊരു സ്നേഹത്തിൻ്റെ പേരെന്താണ്, ഗ്രാഫൈറ്റ്. സ്നേഹകങ്ങളായി ഉപയോഗിക്കുന്ന മറ്റു പദാർത്ഥങ്ങളൊക്കെ ഏതൊക്കെയാണ്, വെളിച്ചെണ്ണ, ഗ്രീസ്, എണ്ണ ഇതെല്ലാം എന്താണ് സ്നേഹകങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് പദാർത്ഥങ്ങളാണ്. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്നതിന് ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ് ഉരുളൽ ഘർഷണം എന്ന തത്വമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, ചില യന്ത്രഭാഗങ്ങളുടെയൊക്കെ ഇടയിലൊക്കെ എന്തായിരിക്കും, ബോൾ ബെയറിങ്ങുകൾ ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്, അവിടുത്തെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഉരുളൽ ഘർഷണം എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അതിനെയാണ് അവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഘർഷണം ഓക്കെ അല്ലേ. അടുത്ത ഇനി കഴിഞ്ഞിട്ടില്ലേ. ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ SCERT-യിൽ കിടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, സ്നേഹകങ്ങൾ ഉപയോഗിക്കുക, പ്രതലങ്ങൾ മിനുസപ്പെടുത്തുക, ബെയറിങ്ങുകൾ ഉപയോഗിക്കുക, ധാരാരേഖിതമാക്കൽ. ഇത് എത്രയും എന്താണ്, ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂരിതലായിനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത്. പൂരിതലായിനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് ഉപ്പുവെള്ളം, കഞ്ഞിവെള്ളം, എത്തനോളും വെള്ളവും പഞ്ചസാരയും വെള്ളവും. ഏതാണ്, ഓപ്ഷൻ ബി ആണ് അല്ലേ. കഞ്ഞിവെള്ളമാണ് ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് അല്ലേ. ബാക്കിയെല്ലാം എന്താണ്, ഏകാത്മക മിശ്രിതങ്ങളാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് പൂരിതലായിനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർത്താൽ കിട്ടുന്ന ലായനിയാണ് എന്ത് എന്ന് പറയുന്നത്, പൂരിത ലായനി എന്ന് പറയുന്നത്. ഒരു നിശ്ചിത താപനിലയിൽ എന്താണ് പരമാവധി എന്താണ്, അതിൽ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത് അല്ലേ. ആ ലീനം അതിൽ ലയിച്ച് ചേർന്നാൽ കിട്ടുന്ന ലായനി, അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ലയിച്ച് ചേർന്നാൽ കിട്ടുന്ന ലായനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൂരിത ലായനി എന്ന് പറയുന്നത്. എന്താണ് ഏകാത്മക മിശ്രിതം എന്ന് നോക്കാം. ലായനികളെല്ലാം എന്താണ്, മിശ്രിതങ്ങളാണ്. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു മിശ്രിതത്തെ നമുക്ക് എന്ത് പറയാം, ഏകാത്മക മിശ്രിതം എന്ന് പറയാൻ പറ്റും. എന്താണ് പറഞ്ഞത്, ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നല്ലോ, ഒരേ അളവിലാണ് എത്തിയിട്ടുള്ളതെങ്കിൽ അതെന്താണ്, ഒരു ഏകാത്മക മിശ്രിതമായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഉപ്പുവെള്ളം, നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ ഉപ്പുവെള്ളം ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് എടുത്താലും നമുക്ക് എന്തായിരിക്കും, അവിടെ ഉപ്പായിരിക്കും അല്ലേ, ആ വെള്ളത്തിന് ഉപ്പുവെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്തായിട്ടുണ്ട്, ആ എല്ലാ ഭാഗത്തും നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു ഘടകം എന്താണ്, ഒരേ അനുപാതത്തിലാണ്. എല്ലാ ഭാഗത്തും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉപ്പുവെള്ളം, പഞ്ചസാര ലായനി, വായു, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം, ഇത്രയും എന്താണ് ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. പഠിച്ചിരിക്കണേ ഏകാത്മക മിശ്രിതത്തിന് ഏതൊക്കെയാണ് ഉദാഹരണം, ഉപ്പുവെള്ളം, പഞ്ചസാര ലായനി, വായു, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം. ബെയർ ഐസ് കൊണ്ട് ഇത്തരം മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇപ്പോൾ ഒരു ഉപ്പുവെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഉപ്പിൻ്റെ ആ ഒരു നമ്മളിട്ട ആ ഒരു പൊടി നമുക്ക് വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ, മുഴുവനായിട്ടും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല അല്ലേ. മുഴുവനായി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു ലായനി ആവുള്ളൂ, ഒരു മിശ്രിതം ആവുകയുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഘടകത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, വേർതിരിച്ച് നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇനി എന്താണ് ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ, ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിൽ അല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ എന്ത് വിളിക്കുന്നു, ഭിന്നാത്മക മിശ്രിതം എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണം ഉപ്പും മണലും, ചെളിവെള്ളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ എല്ലായിടത്തും ഒരേപോലെയാണ് എത്തുക അല്ലല്ലോ. അതേപോലെ മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം, ഇത്രയും എന്താണ് ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് കേട്ടോ. ഉപ്പും മണലും എന്താണ്, ഉപ്പ് വേറെ മണൽ വേറെ ആയിട്ട് കിടക്കില്ലേ, മണൽ വേറെ ഉപ്പ് വെള്ളത്തിൽ നമുക്ക് മണലിട്ട് കഴിഞ്ഞാൽ മണൽ എന്താണ് വേറെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെന്താണ് എല്ലായിടത്തും ഒരേ അനുപാതത്തിൽ ആ ഒരു സംഭവം എത്തില്ല. അപ്പോൾ അതിനെയാണ് ഭിന്നാത്മക മിശ്രിതം എന്ന്
പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഉദാഹരണം? ഉപ്പും മണലും, ചെളിവെള്ളം, മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം, ഇതെല്ലാം എന്താണ്? ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണങ്ങളാണ്. ഇവയിൽ ഘടകകണങ്ങളെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മണൽ നേരെ വേർതിരിച്ച് കാണാം അല്ലേ? ചെളിവെള്ളത്തിൽ ഉണ്ടാകുന്ന ചെളികളെ നമുക്ക് എന്താണ് വേർതിരിച്ച് കാണാൻ പറ്റില്ല, ലാസ്റ്റ് അടിഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ എന്താണ്, ഇതിലുള്ള ഘടകങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഐസ് കൊണ്ട് നമുക്ക് വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ ഭിന്നാത്മക മിശ്രിതത്തെ അവയുടെ കണികകളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് 3 തരമായിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഒന്നാണ് യഥാർത്ഥ ലായനി, അടുത്തതാണ് കൊളോയിഡ്, പിന്നെയാണ് സസ്പെൻഷൻ. അങ്ങനെ 3 തരത്തിൽ ആ ഒരു ഘടകകണികളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് അവയെ, ഈ ഭിന്നാത്മക മിശ്രിതത്തെ നമ്മൾ വേർതിരിക്കുന്നുണ്ട്. യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണികകൾ എന്താണ് നമുക്ക് വേറെ ഐസ് കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം എന്താണ്? യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ്, ലിഗിനെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലെന്താണ്, പ്രകാശപാത കാണില്ല. ഓർത്ത് വയ്ക്കണേ, യഥാർത്ഥ ലായനിയിൽ എന്ത് കാണില്ല? പ്രകാശപാത കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ അതിനെന്താണ്, പ്രകാശത്തെ വിസരിപ്പിക്കാനുള്ള കഴിവില്ല. കണികകൾക്ക് എന്താണ്, കണികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ തന്നെ പ്രകാശപാത അതിൽ കാണുന്നില്ല. യഥാർത്ഥ ലായനിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് പഞ്ചസാര ലായനിയാണ് കേട്ടോ. പഞ്ചസാര ലായനി നമുക്ക് പഞ്ചസാര ലായനി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല, പഞ്ചസാര മുഴുവനായിട്ട് അതിൽ എന്തായിരിക്കും, ഡിസോൾവ് ആയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് അതിൽ നിന്ന് എന്താണ്, അതിൻ്റെ കണികളെ, പഞ്ചസാരയുടെ തരികളെ ഒന്നും നമുക്ക് വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതിൽ പ്രകാശപാത കാണില്ല കേട്ടോ. യഥാർത്ഥ ലായനിയിൽ പ്രകാശപാത കാണില്ല. ഇനി എന്താണ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? വലിപ്പം കൂടുതലുള്ള കണികകൾ ഉള്ള എന്താണ് മിശ്രിതമാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. വലിപ്പം കൂടിയ കണങ്ങൾ അടങ്ങിയിട്ടുള്ള മിശ്രിതമാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. അതിൽ കണികകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശത്തെ വിസരിപ്പിക്കുന്നുണ്ട്. പ്രകാശപാത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊളോയിഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പ്രകാശപാത നമുക്ക് ഏതിലാണ് കാണാൻ പറ്റുക? കൊളോയിഡിലാണ് നമുക്ക് കാണാൻ പറ്റുക. യഥാർത്ഥ ലായനിയിൽ നമുക്ക് പ്രകാശത്തിൻ്റെ പാത കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കൊളോയിഡിൽ നമുക്ക് എന്താണ്, കണികകളുടെ വലിപ്പം അധികമായതുകൊണ്ട് നമുക്ക് പ്രകാശപാത കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്താണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ വേറെ ഐസ് കൊണ്ട് കാണാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള കണികകളായിരിക്കും എന്തുണ്ടാവുക? സസ്പെൻഷനിൽ ഉണ്ടാവുക. നമ്മളിതിൻ്റെ കൊളോയിഡിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞില്ല അല്ലേ? നേർത്ത കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ മഷി, മൂടൽമഞ്ഞ്, ഇതൊക്കെ എന്താണ്? കൊളോയിഡിന് ഉദാഹരണമാണ് കേട്ടോ. നേർത്ത കഞ്ഞിവെള്ളം, മഷി, മൂടൽമഞ്ഞ് ഇവയെല്ലാം എന്താണ്? കൊളോയിഡിന് ഉദാഹരണമാണ്. ഇതെന്തിലാണ് വരുന്നത്? ഭിന്നാത്മക മിശ്രിതത്തെയാണ് കേട്ടോ 3 ടൈപ്പായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രകാശപാത കാണാൻ കഴിയുന്നത് ഏതാണ്? നമുക്ക് കൊളോയിഡിലാണ് പ്രകാശപാത നമുക്ക് ദൃശ്യമാകുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ, ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ ഏതാണ് വരുന്നത്? കഞ്ഞിവെള്ളമല്ലേ വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ഏകാത്മക മിശ്രിതങ്ങളാണ് അല്ലേ? ഉപ്പുവെള്ളം, എത്തനോളും വെള്ളവും പഞ്ചസാരയും വെള്ളവും എല്ലാം എന്താണ്? ഏകാത്മക മിശ്രിതങ്ങളാണ്. എല്ലാ ഭാഗത്തും എന്തായിരിക്കും? അതിൻ്റെ ഘടകങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കും ചേർന്നിട്ടുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്താണ്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേര്. തിരനോട്ടം, പുറപ്പാട്, കേളികൊട്ട്, തോടയം. ഏതാണ്? ഓപ്ഷൻ സി ആണ്, കേളികൊട്ടാണ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്താണ്? കേളികൊട്ടാണ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്താണ്? കേളികൊട്ടാണ്. അപ്പോൾ എന്താണ് പുറപ്പാട് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു പുരുഷവേഷവും സ്ത്രീവേഷവും തിരശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായിട്ടുള്ളൊരു ചടങ്ങാണ് എന്ത് എന്ന് പറയുന്നത്? പുറപ്പാടെന്ന് പറയുന്നത്. ഒരു പുരുഷവേഷവും സ്ത്രീവേഷവും തിരശീലയൊക്കെ എന്താണ് മാറ്റിയിട്ട് പുറത്തു വന്നിട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാപരമായിട്ടുള്ളൊരു ചടങ്ങാണ് പുറപ്പാട് എന്ന് പറയുന്നത്. കേളികൊട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കഥകളി ഉണ്ട് എന്ന് ദേശവാസികളെ അറിയിക്കുന്ന മേളമാണ് എന്ത് എന്ന് പറയുന്നത്? കേളികൊട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്താണ്? കേളികൊട്ട്. തോടയം എന്താണ്? ഇഷ്ടദേവതാ പൂജയാണ് തോടയം എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങ് കേട്ടോ. തോടയം എന്താണ്? ഇഷ്ടദേവതാ പൂജ ചടങ്ങാണ് കേട്ടോ. ധനാശി എന്ന് പറഞ്ഞതാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. കഥകളിയുടെ അവതരണത്തിലെ അവസാന ചടങ്ങിന് എന്ത് പറയുന്നു? ധനാശി എന്നാണ് പറയുക. നമ്മുടെ VFAക്കൊക്കെ പറയാം. നമ്മുടെ മലയാളത്തിലെ ശൈലികളിൽ
മറ്റേ ധനാശി പാടുക എന്ന് പറയും. എന്താണത്? അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അത് തന്നെയാണ് ഇവിടെ ധനാശി പറഞ്ഞാൽ എന്താണ്? അവസാനിപ്പിക്കുക. ആ കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങിനെ എന്ത് പറയുന്നു? ധനാശി എന്നാണ് പറയുന്നത്. അപ്പോൾ കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്താണ്? കേളികൊട്ടാണ്. അവസാന ചടങ്ങിൻ്റെ പേരെന്താണ്? ധനാശിയാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. ഏതാണ്? ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ്. വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപമാണ് കഥകളി. അപ്പോൾ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപമാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ്? ആട്ടക്കഥയാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ്? ആട്ടക്കഥ. കഥകളിയുടെ ആദ്യകാല രൂപം ഏതു പേരിലാണ് അറിയപ്പെട്ടത്? രാമനാട്ടം. കഥകളിയുടെ ആദ്യകാല രൂപം ഏതാണ്? രാമനാട്ടം. ഏതൊക്കെയാണ് വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുക? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില മുതലായ വാദ്യോപകരണങ്ങളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ചോദിക്കാറുണ്ട്. ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? നിങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കിയേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഗതാഗതം എന്തിലാണ് വരുന്നത്? തൃതീയ മേഖലയിലാണ് വരുന്നത്. ഗതാഗതം ഏതിലാണ് വരുന്നത്? തൃതീയ മേഖലയിലാണ്. മത്സ്യബന്ധനമാണെങ്കിൽ നമുക്കറിയാം പ്രാഥമിക മേഖലയാണ്. മത്സ്യബന്ധനം എന്താണ്? പ്രാഥമിക മേഖലയാണ്. നിർമ്മാണമാണെങ്കിലോ ദ്വിതീയ മേഖലയാണ്. നിർമ്മാണം ഏതാണ്? ദ്വിതീയ മേഖലയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കിത് നമ്മുടെ SCERTയിൽ കിടക്കുന്നുണ്ട്. നമുക്കത് പഠിച്ചാൽ മതിയേ. ഇവിടെ നോക്കിയേ, പ്രാഥമിക മേഖലയിൽ ഏതൊക്കെയാണ് വരുന്നത്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ഖനനം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഖനനം ഏതിലാണ് വരുന്നത്? പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇവ എന്തിലാണ് വരുന്നത്? പ്രാഥമിക മേഖലയിൽ വരുന്നു. ദ്വിതീയ മേഖലയിൽ ഏതൊക്കെ വരുന്നുണ്ട്? വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. ഇത്ര ഏതിൽ വരുന്നു? ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം എന്തിൽ വരുന്നു? ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. ഇനി നോക്കൂ, തൃതീയ മേഖലയിൽ എന്തൊക്കെ വരുന്നുണ്ട്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്. ബാങ്കിങ്ങും ഇൻഷുറൻസും ഒക്കെ ചോദിക്കാറുള്ളതാണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, കയറി വരാറുള്ളതാണ്. ബാങ്കിങ്ങും ഇൻഷുറൻസും ഒക്കെ, വാർത്താവിനിമയം, ഗതാഗതം ഇതെല്ലാം ചോദിക്കാറുണ്ട്. ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇത്രയും എന്തിൽ വരുന്നുണ്ട്? തൃതീയ മേഖലയിലാണ് വരുന്നത്. ഇത് ടേബിൾ കാണാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് CSO എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് CSO എന്ന് പറയുന്നത്. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO. പ്രധാന ചുമതലകൾ ഏതൊക്കെയാണ്? സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നുണ്ട്. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ CSOൻ്റെ ചുമതലകളിൽ വരുന്നത്. അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത് പഠിച്ചിട്ട് പോണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ഏതിലാണ്? ഓപ്ഷൻ ബി 16 ആണ് അല്ലേ. ആർട്ടിക്കിൾ 16 എന്ത് ചെയ്യുന്നത്? അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്. അപ്പം നമ്മളുടെ ഭരണഘടനയിൽ സമത്വം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടം വരെയാണ്? 14 മുതൽ 18 വരെയാണ് എന്ത് ചെയ്യുന്നത്? സമത്വത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ. സമത്വത്തെക്കുറിച്ച് ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിളുകൾ ഉള്ളത് അല്ലേ. അപ്പം നമുക്ക് ഓരോന്ന് നോക്കിയാലോ. ഇത് പറയുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 14 എന്താണ്? ആർട്ടിക്കിൾ 14 നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 14 എന്താണ്? നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നുണ്ട്. 15 എന്താണ്? വിവേചനം പാടില്ല. വിവേചനം പാടില്ല എന്ന് ഉദ്ഘോഷിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 15 ആണ്. ഏതൊക്കെ അടിസ്ഥാനത്തിലാണ്? മതം, ജാതി, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒന്നും തന്നെ എന്ത് പാടില്ല? വിവേചനം പാടില്ല എന്ന് ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്. 16 സ്ഥിരമായിട്ട് കയറി വരുന്നതാണ്. ആർട്ടിക്കിൾ 16 ഏതാണ്? പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 16 ആണ്.
ആർട്ടിക്കിൾ 17 എന്താണ് പറയുന്നത്? അയിത്ത നിർമ്മാർജ്ജനം ഉൾക്കൊള്ളുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. 18 എന്താണ്? സ്ഥാനപ്പേരുകളാണ് നിർത്തലാക്കുന്നത്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നത് എന്തൊഴികെ? അക്കാദമിക്, മിലിറ്ററി ഒഴികെ എല്ലാ സ്ഥാനപ്പേരുകളും നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 18 ആണ്. അപ്പോൾ 14 മുതൽ 18 വരെയുള്ള എന്താണ് ആർട്ടിക്കിളുകളിലാണ് സമത്വത്തെക്കുറിച്ച് പറയുന്നത്, ഭരണഘടനയിൽ പറയുന്നത്. നമ്മുടെ ആർട്ടിക്കിളുകൾ നമ്മുടെ പ്രിലിംസ് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറേയൊക്കെ നമ്മൾ PYQ ചെയ്തതിലൊക്കെ നമ്മൾ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കാനാണ് കഥകളി, ഓട്ടൻതുള്ളൽ, ചണ്ടാല ഭിക്ഷുകി, കൃഷ്ണഗാഥ, കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, ചെറുശ്ശേരി, കൊട്ടാരക്കര തമ്പുരാൻ. ഒന്ന് മാച്ച് ചെയ്തേ എല്ലാവരും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്നേതാണ്? കഥകളി, കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ഓട്ടൻതുള്ളൽ ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാല ഭിക്ഷുകി ആരുടെ കൃതിയാണ്? കുമാരനാശാൻ്റെ. കൃഷ്ണഗാഥ ആരുടെ കൃതിയാണ്? ചെറുശ്ശേരിയുടെ. അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ 2025 പ്രിലിംസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ വന്നതാണ്. അപ്പോൾ പ്രിലിംസ് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ പ്രിലിംസിൽ നോക്ക്, ഇതൊക്കെ എല്ലാം കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്നും ഒഴിവാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, സ്ഥിരമായിട്ട് വരാറുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാവേ. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? KCS പണിക്കരാണ്. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? KCS പണിക്കരാണ്. ആരുടെ ജന്മദിനമായ ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ആരുടെയാണ്? വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? ഏത് കലയിലെയാണ്? കഥകളി ആചാര്യനാണ് കലാമണ്ഡലം ഗോപി എന്ന് പറയുന്നത് കേട്ടോ. കലാമണ്ഡലം ഗോപി ഏത് മേഖലയിലാണ് പ്രശസ്തൻ? അദ്ദേഹം കഥകളി ആചാര്യനാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. 2001 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ കൂടിയാട്ടം ഉൾപ്പെടുന്നത്. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. കേരളത്തിൽ നിന്ന് രണ്ടാമതായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം ഏതാണ്? മുടിയേറ്റാണ് കേട്ടോ. മുടിയേറ്റാണ് ചോദിച്ചിട്ടുണ്ട്. മുടിയേറ്റാണ്. 2010 അത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് കേട്ടോ. മുടിയേറ്റ് 2010, കൂടിയാട്ടമാണ് ആദ്യത്തെ 2001 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണൂരാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണൂരാണ്. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓട്ടൻതുള്ളൽ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓട്ടൻതുള്ളൽ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഇപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓട്ടൻതുള്ളൽ. ബയലാട്ടം എന്ന് പേരുള്ള കലാരൂപം ഏതാണ്? യക്ഷഗാനമാണ് കേട്ടോ. ബയലാട്ടം എന്ന് പേരുള്ളൊരു കലാരൂപം ഏതാണ്? യക്ഷഗാനമാണ്. ഇപ്പോഴും നിലവിൽ അത് കാസർഗോഡ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. നിലവിൽ യക്ഷഗാനമുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഏത് കലാരൂപമാണ് കഥകളി നടനം എന്നറിയപ്പെടുന്നത്? ഏതാണ്? കേരള നടനമാണ്. ചോദിച്ചിട്ടുണ്ട്. കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഏത് കലാരൂപമാണ് കഥകളി നടനം എന്നറിയപ്പെടുന്നത്? ഏതാണ്? കേരള നടനം. 2020 പത്മശ്രീ ലഭിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി ആരാണ്? മൂഴിക്കൽ പങ്കജാക്ഷിയാണ് കേട്ടോ. മൂഴിക്കൽ പങ്കജാക്ഷിയാണ് 2020 പത്മശ്രീ ലഭിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി എന്ന് പറയുന്നത്. ഇത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ്? വിഗതകുമാരനാണ്. വിഗതകുമാരൻ, ഈ ഗായാണ് തോന്നുന്നു. വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ്? വിഗതകുമാരൻ. രണ്ടാമത്തെ സിനിമ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ, രണ്ടാമത്തെ സിനിമ മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ്? ബാലനാണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ്? ബാലൻ. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം ചോദിക്കാറുണ്ട്. ഏതാണ്? കണ്ടം വെച്ച കോട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം ഏതാണ്? കണ്ടം വെച്ച കോട്ടാണ്. ഇവിടെ ഈ കേരള നടനം എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ
ഗുരു ഗോപിനാഥാണ് കേട്ടോ. ഗുരു ഗോപിനാഥാണ്. കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവാരെന്ന് ചോദിച്ചാൽ ഗുരു ഗോപിനാഥാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. പല ഏരിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എന്താ പറയുക, ഇപ്പോഴും ഇങ്ങനെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സാമിങ് അടുക്കാറായി. അപ്പോൾ നന്നായിട്ട് പഠിക്കട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു. മാക്സിമം എല്ലാവരും റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് ഇനിയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകാണ്ട് മാക്സിമം റിവിഷനൊക്കെ നോക്കുക. 20 മാർക്കാണ് നമ്മുടെ കറണ്ട് അഫെയർ വരുന്നത്. കറണ്ട് അഫെയർ ഒട്ടും വിടരുത്. ലിറ്ററേച്ചർ അവാർഡുകൾ, സ്പോർട്സ് എല്ലാം കറക്റ്റായിട്ട് പഠിക്കണേ. അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.